നമ്മള് ഒരു അത്യാവശ്യം മൂപ്പായ ഒരു കമ്പ്, ഒത്തിരി മൂത്ത് പോകണ്ട, ഈ ഒരു പരുവത്തിനുള്ള കമ്പ് നമ്മൾ കട്ട് ചെയ്യുക. അതിന്റെ മൂപ്പായ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളൊരു നീളത്തിൽ, ഒത്തിരി വേണമെന്നില്ല, ഒരടിയൊക്കെ മതി നീളം. അരയടി ഒരടി നീളത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത കമ്പുകളാണിത്. ഇത് നമ്മൾ റൂട്ടിംഗ് ഹോർമോണിൽ നമ്മളിത് ഒന്ന് ആദ്യം മുക്കിയെടുക്കും. റൂട്ടിംഗ് ഹോർമോണായിട്ട് നമുക്ക് നാടൻ രീതിയിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ കത്തിച്ചെടുക്കുന്ന കരി വേണമെങ്കിൽ നമുക്ക് കലക്കിയെടുത്തിട്ട് അതിൽ മുക്കിയെടുക്കാം. വീട്ടിലുള്ള തേന് പലരും ഉപയോഗിക്കുന്നുണ്ട്. തേനും നല്ലതാണ്. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ റൂട്ടിംഗ് ഹോർമോൺ മേടിക്കാൻ കിട്ടും. അത് വാങ്ങിയിട്ട് ലൈറ്റായിട്ടൊന്ന് കലക്കിയെടുത്ത് നമ്മൾ അതിലൊന്ന് മുക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കരിയിലാണ് മുക്കുന്നത്. നമ്മൾ ഇതിങ്ങനെ പിടിപ്പിച്ചിട്ട് മണ്ണിലിങ്ങനെ ചേർത്ത് നട്ടു കൊടുക്കണം. നമ്മൾ മണ്ണിൽ കുത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ തൊലിയൊന്നും പോകാതെ ശ്രദ്ധിക്കണം. ഇതൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിടുകയും കൂടെ ചെയ്യുവാണെങ്കിൽ റൂട്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടാനായിട്ട് എളുപ്പമാണ്. ഇത് നന്നായിട്ട് നനയ്ക്കണം. ഇപ്പോൾ നമ്മൾ കവറിലേക്ക് നട്ടു. ഇതിന് നമ്മളൊരു ഷെയ്ഡുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുവാണ്. ആയിട്ടുള്ള ഒരു കവർ, അത് കവർ ചെയ്യണം. ഇത് എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇതിനകത്ത് എയർ വേറെ കയറാതെ ടൈറ്റായിട്ട് ഇത് ഒട്ടിച്ച് വയ്ക്കുമോ അല്ലെങ്കിൽ ചൂട് ചേർത്ത് മണ്ണിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് എയർ ടൈറ്റ് ആയിട്ട് വെക്കണം. 1 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്കിത് നടാൻ പരുവത്തിന് തളിരുമൊക്കെ വന്ന് വേരുമൊക്കെ ആയിട്ട് വരും. 1 മാസത്തിന് ശേഷം നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമുക്കിത് ഇതിനെ പുറത്തെടുക്കാം. അതിനുശേഷം നമുക്കിത് വലിയ ചട്ടിയിലേക്ക് റീപോർട്ട് ചെയ്ത് കൊടുക്കാം. വ്യത്യാസമില്ലേ? ഷിമ്മി കവറല്ല, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മറ്റേ